നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് നമ്മുടെ പഴയകാല 4 മണി പലഹാരമായ അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് അരി, തേങ്ങ, ശർക്കര ഇത്രയും എടുത്തിട്ടുണ്ട്. ശർക്കര നല്ലപോലെ പാനിയാക്കിയതാണ്. ഇനി ചൂടായ ചീനിച്ചട്ടിയിലേക്ക് അരി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ അരി നല്ലപോലെ കഴുകിയിട്ട് അതിലെ വെള്ളമെല്ലാം തോർത്തിയെടുത്തതാണ്. ഇതൊരു 250 ഗ്രാം ജാഗരിയാണ്. കുത്തരി കൊണ്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അരി കരിഞ്ഞു പോകും. 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും അരിയൊക്കെ പൊട്ടി തുടങ്ങുന്ന ശബ്ദം കേൾക്കാം. ഇതൊരു പഴയകാല 4 മണി പലഹാരമാണ്. പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും അതുപോലെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പലഹാരമാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എല്ലാ അരിയും പൊട്ടിക്കഴിഞ്ഞു. ഇതിന് ഈ പാത്രത്തിലിരുന്നാൽ ഒന്നുകൂടെ മൂത്ത് പോകും. അതുകൊണ്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 തവണയായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പം നമുക്കൊരു ബൗളിലേക്ക് 100 ഗ്രാം തേങ്ങ ഇടാം. ഇത് മിക്സിയിൽ നിന്ന് കറക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ഇത് 150 ഗ്രാം ശർക്കരയുണ്ട്. സാധാരണ ശർക്കര കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് പാനിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ചീകിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. ഉരുട്ടിയൊന്നും വേണ്ട. സാധാരണ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് കഴിക്കുക. ഇത് അരിയുണ്ടയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം കേടാകാതെ ഇരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അതിനു മുമ്പ് തന്നെ സാധനം തീർന്നു കേട്ടോ. പിള്ളേർ എല്ലാവരും കയറി ഇറങ്ങി കഴിക്കും. ഈ ഒരു അളവിൽ നമുക്കൊരു 18 അരിയുണ്ട കിട്ടുവേ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടി വെക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ അരിപ്പൊടി അല്പം ഇതിൻ്റെ മീതെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനൊരു ബലവും കിട്ടും. ഈ ശർക്കരയുടെ ഒരു ഒട്ടലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു അരിയുണ്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അറിയാവുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. ഇതെന്നായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.